കമലേഷ്, ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിന് തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറാളുംമൂട്ടിലെ വീട്ടിലേക്ക് മൃതദേഹവുമായി ബന്ധുക്കൾ വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? മനു, ആ നിലയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നേരത്തെ ഡിവൈഎസ്പി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായി ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയും പൂർത്തിയായിരിക്കുകയാണ്. ഈ ബന്ധുക്കൾ ഇത് റിസീവ് ചെയ്ത് മൃതദേഹം ഏറ്റുവാങ്ങുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത്. മൂത്ത മകൻ സനന്ദൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങാം എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ അത് കൊണ്ടുവന്ന് പിന്നീട് അവരുടെ സംസ്കാര ചടങ്ങുകൾ ഏത് വിധത്തിലാണ് നടക്കുക എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. മറ്റ് വിവരങ്ങൾ, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനിടയിൽ മറ്റൊരു പ്രചരണം കൂടി നടക്കുന്നുണ്ട്. ഈ മൃതദേഹം അഴുകിയിട്ടില്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ചിലർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഗോപനൊരു ദിവ്യത്വമൊക്കെ നൽകാനുള്ള ഒരു ശ്രമമാണ് ഇതിനിടയിൽ നടത്താൻ പോകുന്നത്. അതൊരു മറ്റൊരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ്. രാവിലെ മുതൽ തന്നെ കമലേഷ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അത് വലിയ ദുർഗന്ധമുണ്ടായിരുന്നില്ലേ? മാത്രമല്ല, അതിനുശേഷം സംസാരിച്ചവരൊക്കെ, ഈ ഇൻക്വസ്റ്റ് നടപടികളിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് മൃതദേഹം അഴുകിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? മനു, തീർച്ചയായും മൃതദേഹം അഴുകിയ നിലയിൽ തന്നെയായിരുന്നു. ഇത് നെഞ്ചുവരെയും കർപ്പൂരവും ഭസ്മവും ഒക്കെ ഇട്ട് നിറച്ച നിലയിലാണ് ഈ മൃതദേഹം കാണപ്പെട്ടത്. ഈ മുഖത്തൊന്നും ഈ മാംസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ മൃതദേഹം പുറത്തെടുക്കാൻ പോലീസിനെ സഹായിച്ച വ്യക്തി, ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, വലിയ തരത്തിലുള്ള ദുർഗന്ധം അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് 3 കൗൺസിലർമാർ, അതായത് വാർഡ് മെമ്പർമാർ 3 പേർ, അതുപോലെ തന്നെ 2 പേർ ഈ പോലീസിനെ സഹായിക്കാൻ, ആ നിലയിൽ 5 പേരാണ് പോലീസ് ഉദ്യോഗസ്ഥരല്ലാതെ പുറത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിലൊരു കൗൺസിലർ, ഒരു വാർഡ് മെമ്പർ അജിത എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ ഈ ദുർഗന്ധം കാരണം തല കറങ്ങി വീഴുന്ന അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവർ ബോധം കെട്ട് വീഴുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ആ നിലയിൽ വളരെ അഴുകിയ നിലയിൽ തന്നെയാണ് ഈ മൃതദേഹം കാണപ്പെട്ടത്. വലിയ തോതിൽ രൂക്ഷമായ നിലയിൽ ദുർഗന്ധം വമിക്കുന്നുമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മറ്റ് തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഇപ്പോൾ മനു പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട്. അത് ശരിയായ വസ്തുതയല്ല. വലിയ തോതിൽ ഒരു ദുർഗന്ധം വമിക്കുന്ന നിലയിൽ തന്നെ ഈ മൃതദേഹം അഴുകിയ നിലയിൽ തന്നെ, ഒരാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹമാണ്. ആ നിലയിൽ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് ഇൻക്വസ്റ്റ് നടത്തി ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. മനു.